ഐക്യരാഷ്ട്രസഭയിൽ ട്രംപ് പറഞ്ഞു ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് കാരണം ചൈനയും ഇന്ത്യയുമാണെന്നാണ്. പക്ഷെ ഇപ്പോൾ സെലൻസ്കി പറയുന്നു ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണ്. ട്രംപ് വീണ്ടും കോമാളിയായോ? ട്രംപിന് അതെ നേരിട്ട് തന്നെ ട്രംപിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ടല്ലാത്ത യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരാൾ പറയുകയാണ്. ട്രംപിനെ നേരെ നിഷേധിക്കുകയാണ്. ഇതിപ്പോൾ ഒരു അവഹേളനമുണ്ടോ? ഇന്ത്യയാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇങ്ങനെ അതായത് ഡൊണാൾഡ് ട്രംപ് ഘോരം പറഞ്ഞതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ വന്നു സെലൻസ്കിയുടെ പ്രസ്താവന. ഇന്ത്യ ഞങ്ങളുടെ പക്ഷത്താണ്, ഇന്ത്യ നിഷ്പക്ഷമാണെന്നും അല്ല പറയുന്നത്, ഇന്ത്യ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞതിനെ കംപ്ലീറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ടാണ് സമാധാനം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത് പരോക്ഷമായിട്ടാണ് നിഷേധിച്ചത് പാർലമെൻറ്റിൽ. ഒരൊറ്റ രാജ്യവും ഒരു മൂന്നാം കക്ഷിയും ഇതിൽ ഇടപെട്ടില്ല, പേരെടുത്ത് പറഞ്ഞില്ല. അതേസമയം സെലൻസ്കി അടുത്ത വാക്യത്തിൽ ട്രംപിൻ്റെ പേരെടുത്ത് പറയുകയാണ്, ട്രംപ് പറഞ്ഞത് ശരിയല്ല, ട്രംപ് പറഞ്ഞത് ശരിയല്ല എന്ന് അദ്ദേഹം അടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് സത്യസന്ധമായിട്ട്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി തുടർന്ന് പറയും, അതായത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇവയെല്ലാം ഉൾപ്പെടുന്ന ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ചില പ്രശ്നങ്ങളുണ്ട്, വൈഷമ്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ റഷ്യയുടെ സഹായം സ്വീകരിക്കുന്നുണ്ട്. ഇരുപക്ഷത്തിനും സഹായകരമായിട്ടുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ട്രീറ്റി, ഒരു ധാരണ ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പക്ഷേ അതുകൊണ്ട് മാത്രം ഇന്ത്യയാണ് സഹായിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള യുദ്ധങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പടച്ചതമ്പുരാനാണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? കാരണം അദ്ദേഹം ഈ മനുഷ്യരെ ആദമിനെയും ഹവ്വയെയും ആദിയിൽ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്ത് യുദ്ധം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ പടച്ചതമ്പുരാനാണെന്ന് പറഞ്ഞ് നമ്മൾ കിഴക്കോട്ട് നോക്കിയിരുന്നാൽ മതിയോ? എന്ത് മണ്ടത്തരമായി ട്രംപ് പറയുന്നത്. വെറുതെ അല്ല അയാളെ പൊട്ടനെന്ന് വിളിക്കുന്നു. തലയ്ക്ക് വെളിവ് നഷ്ടപ്പെടാമോ മനുഷ്യൻ 81 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞ്? ഐക്യരാഷ്ട്രസഭയിൽ പോയാണ് ഇന്ത്യയും ചൈനയും കൂടിയാണ് യുദ്ധം നടത്തുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ഏർപ്പാടുകൾ കാണും, അതുകൊണ്ട് അവരാണിത് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും? അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്. പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിൻ്റെ, ലോകശക്തിയായ ഒരു രാജ്യത്തിൻ്റെ തലവൻ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മറ്റെന്തെല്ലാം പറയാൻ കഴിയും? ഇന്ത്യയുടെ ഈ നാശത്തിന് മുഴുവൻ കാരണം, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് മുഴുവൻ കാരണം അമേരിക്കയാണെന്ന് നമ്മൾ പറഞ്ഞാൽ അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്ന ഈ തരത്തിലുള്ള ഇമ്പീരിയൽ പോളിസിയാണെന്ന് പറഞ്ഞാൽ എവിടെയാണ് തെറ്റ് വരുന്നത്? അവരുടെ സാമ്രാജ്യാധിപത്യം, അവരുടെ നയങ്ങൾക്കനുസരിച്ച് നമ്മൾ നിന്നുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട്, അതില്ലെങ്കിൽ പാകിസ്ഥാനെ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുക, ഭീകരവാദത്തെ സഹായിക്കുന്നത് അമേരിക്കയാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ട്? 100% ശരിയല്ലേ? പറഞ്ഞിട്ടുള്ളതല്ലേ? അഫ്ഗാനിസ്ഥാനിൽ ഈ ഭീകരവാദം വന്നത് എങ്ങനെയാണ്? അവരെ താലിബാൻ പോലും വെല്ലുവിളിക്കുകയാണ്. യുദ്ധമെങ്കിൽ യുദ്ധം. ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടല്ലോ അവിടുത്തെ ഒരു വ്യോമത്താവളം പറയുകയാണ് അദ്ദേഹം. അതെ, അതിൻ്റെ ഒരു വിമാനത്താവളം ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന്. അപ്പം മനസ്സില്ല, പോയി പണി നോക്കടാന്ന് പറഞ്ഞു. കൊച്ചു രാജ്യം, പട്ടിണി കിടക്കുന്ന രാജ്യമാണ്. അതിൻ്റെ ആത്മാഭിമാനം നോക്കി വേണം. ഞാൻ അവരെ അഭിനന്ദിക്കുക. അല്ല, അമേരിക്ക അത്രയ്ക്ക് തരണ്ടായിരുന്നു. എല്ലാ രാജ്യത്തിനും ചെണ്ടയായി, എല്ലാവരുടെ കയ്യിൽ നിന്നും ചെപ്പയ്ക്ക് അടിയും കൊണ്ട് പോവുകയാണ് എല്ലാ രാജ്യങ്ങളുടെയും. അതുപോലെ തന്നെയല്ലേ പണ്ട് ബ്രസീൽ, നിങ്ങളെ വൃത്തികെട്ട രാജ്യത്തിനോട് ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ ഇന്ത്യക്കാരോട് മാന്യമായിട്ട് സംസാരിച്ചോളാം, ബ്രസീലിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെ എല്ലാ രാജ്യവും, പിന്നെ കാനഡയോ സാമന്ത രാജ്യമായിട്ട് ഇവർ കൊണ്ടുവരുന്ന കാനഡ പറഞ്ഞു, ഇപ്പോൾ കാനഡ അങ്ങനെ വിൽക്കുന്നില്ല, പോയി പണി നോക്കിയാൽ. എത്ര രാജ്യങ്ങളുടെ അപമാനം ഏറ്റുവാക്കിക്കൊണ്ടാണ് ഞാൻ 12 രാജ്യങ്ങളുടെ യുദ്ധം നിർത്തി എന്നൊക്കെ പറഞ്ഞു. നാണമല്ലേ ഈ മനുഷ്യൻ ഇങ്ങനെ പറയാൻ? ഇങ്ങനെയുള്ള തള്ളും തള്ളിക്കോ. അമേരിക്കയ്ക്ക് ഒരു അപമാനമായി കഴിഞ്ഞ് രണ്ടാം ട്രംപ്. ആദ്യത്തെ ട്രംപ് കുഴപ്പമില്ലായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരാൾ ഒരിക്കൽ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ബട്ട് ഇൻ ദി സെക്കൻഡ് ടൈം ആസ് എ ഫാഴ്സ്. ആദ്യ നാടകം ചരിത്രം അത് നല്ല ചരിത്രമായിട്ട് വരും, രണ്ടാമത് വരുമ്പോൾ അതൊരു കോമഡിയായിട്ട് മാറും, പ്രഹസനമായിട്ട് മാറും. അതാണ് ഫാഴ്സ് എന്നുള്ളതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള പ്രഹസനമാണിപ്പോൾ രണ്ടാം ട്രംപ് അമേരിക്കയിൽ. അതിന് അപൂർവം വ്യത്യസ്തതകളേ ഉള്ളൂ. അതിലൊന്ന് നരേന്ദ്രമോദിയാണ്. പക്ഷെ പിണറായിയുടെ നമ്മൾ കണ്ടു, പിണറായിയുടെ രണ്ടാം ഊഴം വന്നപ്പോഴത്തേക്കും ആകെ തകരാറിലായില്ലേ കേരളം? NSSൻ്റെ താങ്ങുകൊണ്ട് മാത്രമല്ലേ ഇപ്പം നിൽക്കുന്നത്, SNDPയുടെയും ഈ ജാതി സംഘടനകൾ എന്ന് അദ്ദേഹം പറഞ്ഞ ആ ജാതി സംഘടനകളാണ് അദ്ദേഹത്തെ കുറ്റിയടിച്ച് താങ്ങി നിർത്തിയിരിക്കുന്നത്.
കുറ്റിയടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ താങ്ങി നിർത്തി വെച്ചിരിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ട്രംപ് ഈസ് എ ട്രാജഡി. ട്രംപ് ഈസ് എ ഗ്ലോബൽ ട്രാജഡി ആൻഡ് എ ഗ്ലോബൽ വേസ്റ്റ്. ഒരു സംശയമില്ല. ഗ്ലോബൽ വാർമിങ്ങിനേക്കാൾ വലിയൊരു അപകടം. അല്ല, ഇയാളുടെ ഈ കോമഡി പറച്ചിൽ, ഗലീലിയോ ഒക്കെ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. മാപ്പ് പറഞ്ഞാണ് അദ്ദേഹം പുറത്തു വന്നത്. ബ്രൂണോയെ ചുട്ടുകരിച്ചു. അതുപോലെ ഡാർവിൻ, അദ്ദേഹം പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നപ്പോൾ ഡാർവിന് വട്ടാന്ന് പറഞ്ഞു. കാരണം ബൈബിൾ പറയുന്നത് ആദിയിൽ മനുഷ്യനുണ്ടായി, പിന്നെയാണ് ബാക്കിയെല്ലാം മനുഷ്യന് വേണ്ടിയിട്ട് ഇറച്ചിയായിട്ട് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഡാർവിനാണ് പരിണാമത്തിലൂടെ ഏകകോശ ജീവിയിൽ നിന്ന്, പ്രകൃതിയിൽ നിന്നുണ്ടായി വന്ന് പലകോശ ജീവികളായിട്ട്, പല ടിഷ്യൂകളുള്ള ജീവികൾ, ഓർഗൻസ് ഉള്ള ജീവികളായിട്ട്, ഓർഗൻസ് ഉള്ള ജീവികൾ അതേറ്റവും പരിഷ്കാര രൂപത്തിലെത്തിയത് മമൽസ് ആയിട്ടാണ്. മമൽസിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപമായിട്ട് പരിണമിച്ചു വന്നത് മനുഷ്യനാണ്. അതും 30,000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു മണ്ടത്തരമായി പറയുന്നത്. ആദ്യം മനുഷ്യനുണ്ടായി, ആദിയിൽ വചനമുണ്ടായി, മനുഷ്യനുണ്ടായി എന്ന് പറഞ്ഞ് പരിണാമ സിദ്ധാന്തം, ദി തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനം ഇല്ലെന്ന് പാതിരിമാരോ അല്ലെങ്കിൽ ബൈബിളോ പോലും ഇതിങ്ങനൊരു അബദ്ധം പറഞ്ഞിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനമില്ല. അതും രസം, ഏറ്റവും പരിഷ്കൃത രാജ്യമായ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് മസാച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റി പോലുള്ള നൊബൽ സമ്മാന ജേതാക്കളെ സൃഷ്ടിക്കുന്ന സർവകലാശാലകളുള്ള ഒരു സ്ഥലത്തിരുന്ന് കാലാവസ്ഥാ വ്യതിയാനം ഇസ് എ മിത്ത്, ഗണപതി മിത്താണെന്ന് പറഞ്ഞതുപോലെ. ഞാനിപ്പോൾ ഓർക്കുക, ശബരിമലയിൽ ഇപ്പം അയ്യപ്പൻ മിത്തല്ലേ, മിത്തിൻ്റെ മഹാസംഗമമാണോ ഇപ്പോൾ ഇവർ സംഘടിപ്പിച്ചത്? അപ്പോൾ അന്ധവിശ്വാസമാണ്. കമ്മ്യൂണിസ്റ്റുകാർ വളയും അവരുടെ വിശ്വാസത്തോട്ട് എന്ന് പറഞ്ഞ പോലെ നിലപാടുകളിൽ അടുത്ത നിമിഷത്തെ അദ്ദേഹം പറയും മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുകയും ചെയ്യും അടുത്ത നിമിഷത്തിൽ. എന്ന് പറഞ്ഞാൽ പെരി ലൂസായിരിക്കുന്നു എന്നാണ് അർത്ഥം. നട്ടും ബോൾട്ടും ഒക്കെ പോയിരിക്കുന്നു, കൺട്രോളൊക്കെ പോയിരിക്കുന്നു എന്നാണ് അർത്ഥം. പറയുന്നത് എന്താണെന്ന് അദ്ദേഹം തന്നെ അറിയാത്ത ഒരു പരുവത്തിലേക്ക്. അത് നമ്മൾ നേരത്തെ കണ്ട ഇലോൺ മസ്കുമായിട്ട് വേറെ പിരിഞ്ഞപ്പെടുത്തി. അല്ല, പക്ഷെ നാം കരുതി നരേന്ദ്രമോദിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആശംസ വന്നപ്പോൾ ട്രംപും ഇന്ത്യയും തമ്മിൽ ഇനിയൊരു മികച്ച ബന്ധമായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന സമയത്താണ് ഐക്യരാഷ്ട്രസഭയിൽ പോയി അദ്ദേഹത്തിന്റെ ഇത്തരം നീക്കം. അതെ, ഇത്തരം നീക്കത്തിൽ പക്ഷേ നല്ല ശരിക്ക് സെലൻസ്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യസന്ധമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആദരവ് അർഹിക്കുന്ന ഒരു നേതാവാണ്. യുക്രൈൻ യുദ്ധത്തെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോപണം അദ്ദേഹം നിഷേധിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ ഒരു സഹായവും യുക്രൈൻ ചെയ്തിട്ടുമില്ല. അതാണ് വേറൊരു രസം. ഇന്ത്യ മിക്കപ്പോഴും യുക്രൈൻ്റെ പക്ഷത്താണെന്ന് സെലൻസ്കി പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്തോ ഒരു തെളിവ് വേണം? മിക്കപ്പോഴും പക്ഷത്താണ്. അങ്ങനെ ഒരു രാജ്യം യുദ്ധം ഉണ്ടാക്കും. രണ്ട് രാജ്യങ്ങളോടും പറഞ്ഞ് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം. ഒപ്പം റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ എണ്ണ ഇടപാടിൻ്റെ കാര്യത്തിൽ വൈകാതെ ഇന്ത്യ നിലപാടെടുക്കും എന്നാണ് തൻ്റെ പ്രതീക്ഷയും. കാരണം നിലപാടെടുക്കുമെന്ന് പറഞ്ഞാൽ കൂടുതൽ പെട്രോൾ വാങ്ങിക്കും. ഈ പെട്രോൾ വാങ്ങിച്ച് നമ്മൾ യുക്രൈനാണ് കൊടുക്കുന്നത്. അങ്ങനെ യുക്രൈൻ്റെ യുദ്ധത്തെ സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത്. ഫോക്സ് ന്യൂസ് വലിയ എക്സ്ക്ലൂസീവുകൾ കൊണ്ടുവരുന്ന ഒരു മാധ്യമമാണ്. ഇന്ത്യ മിക്കപ്പോഴും ഞങ്ങൾക്കൊപ്പമാണ്. ഊർജ്ജ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ സമ്മതിക്കണം. അതാണ്, ഇത്രയും വിവരമുണ്ട്. ഇയാളൊരു രാഷ്ട്രീയക്കാരനല്ല, സിനിമാ നടനാണ്, കൊമേഡിയനാണ്. എന്നിട്ടും അത്രയും കാഴ്ചപ്പാട് പോലും ട്രംപിനില്ല. പക്ഷേ യൂറോപ്പുമായി ചേർന്ന് ട്രംപിന് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഇന്ത്യയുമായി കൂടുതൽ ശക്തവും ദൃഢവുമായ ബന്ധം ഉണ്ടാക്കണം. അതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ട്രംപിന് ഇത്രയും പോലും വിവരമില്ല. അതാണ് വിവരമില്ലാത്ത ഒരാൾ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായാൽ ഉള്ള ഒരു ദുരന്തം. അത് തന്നെയാണ് ടൈംസ് മാഗസിനും അതേപോലെ ദി ഇക്കണോമിസ്റ്റ് വീക്കിലിയും പറഞ്ഞത്. ട്രംപിന് കാര്യങ്ങളെക്കുറിച്ച് പിടിപാടില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധവും യുക്രൈൻ യുദ്ധവും അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കൊണ്ട് തീർച്ചയായിട്ടും ഇല്ലാതാക്കാൻ കഴിഞ്ഞു. പക്ഷേ തലയ്ക്കകത്ത് ആൾതാമസം വേണ്ടേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.